ഈ മുഖം എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ആ പടത്തിലൂടെ ഇറ്റ്സ് സ്റ്റെപ്പിംഗ് അപ്പ് പൃഥ്വിരാജ് ടു ദ നെക്സ്റ്റ് ലെവൽ. അതിന് വേണ്ടിയിട്ട് അതൊരു വളരെ എന്താ പറയണ്ട, അതൊരു ഒരു പ്രോജക്റ്റ് എന്ന് പറഞ്ഞ ഒരു വെരി ഇന്റലിജന്റ്ലി പ്ലാൻഡ് പ്രോജക്റ്റ് ആയിരുന്നു. അതായത് പൃഥ്വി തന്നെയായിരുന്നു അതിന്റെ ബ്രെയിൻ ബിഹൈൻഡ്. ഇപ്പൊ ഡയറക്ടറായിട്ട് ദീപൻ ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ കൂടെ പൃഥ്വിയുടെ ഒരു കണ്ടീഷൻസ് ഉണ്ടായിരുന്നു. ഇന്നാള് മ്യൂസിക്, ഇന്നാള് ഫൈറ്റ്, ഇന്നാൾ എഡിറ്റിംഗ്, ഇന്നാള് ക്യാമറ, ഇന്നാള് സ്ക്രിപ്റ്റ്, ഇതെല്ലാം കൂടി ഒരുമിച്ച് വന്നാൽ ദ ഫോർമുല വിൽ വർക്ക്. അതുവരെ ഞാൻ പൃഥ്വിനെ എനിക്ക് അറിയുകൂടെ ഇല്ല. പക്ഷെ പുള്ളിക്ക് എന്റെ പാട്ടുകൾ കേട്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഇന്നാള് തന്നെ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ ഒരു ആള് സൂപ്പർ സ്റ്റാർ ആവാൻ വേണ്ടി ലോഞ്ച് ആവുകയെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ അത് ലോഞ്ച് ആവണമെങ്കിൽ ഈ ഫോർമുല ഫോളോ ചെയ്താലേ അത് ആവാൻ പറ്റുള്ളൂ. ഈ ഫോർമുലയിൽ ഒരു മിസ്സിംഗ് സംഭവം ഉണ്ടായിരുന്നു. എല്ലാ സൂപ്പർ സ്റ്റാർസും അവരുടെ വോയിസിൽ പാട്ട് ഡെലിവർ ചെയ്തിട്ടുണ്ട്, നല്ല സിംഗർ ആണെങ്കിൽ. അതിപ്പോ